നമുക്ക് അലീനയുടെയും മണിശങ്കറിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ തൻ്റെ അമ്മ വൈജയന്തി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേങ്കിൽ ഒളിഞ്ഞു മറിഞ്ഞു നിന്ന് കണ്ടല്ലാതെ നേരാമണ്ണ മുഖത്തോട് മുഖത്തൊന്നും ഇതുവരായിട്ടും കണ്ടില്ല. തന്നെ അമ്മ തന്നോട് മിണ്ടുവോ തന്നോട് സംസാരിക്കോ, തന്നോട് എന്തായിരിക്കും പറയാൻ പോണേ, ആ ഒരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അലീന അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് താഴ്ന്ന് കമലയുടെ ശബ്ദം കേട്ടെ. അലീന ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് അലീനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അലീനയ്ക്കാണെങ്കിൽ കാലുകൾ അങ്ങോട്ട് നീങ്ങണില്ല. താൻ ചെന്ന് കഴിയുമ്പോഴത്തേനും തൻ്റെ അമ്മയെ കാണും. ആ ഒരു ടെൻഷൻ അലീനയുടെ മനസ്സിലുണ്ട്. എങ്ങനെയായിരിക്കും അമ്മ പ്രതികരിക്കുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതൊരാൾക്കും തൻ്റെ അമ്മയെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വെപ്രാളം വിഷമം അത് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് തൻ്റെ പെറ്റമ്മയുടെ മുഖം താൻ കാണാനായിട്ട് പോണേ. അതൊക്കെ ഓർത്ത് വിറയ്ക്കുന്ന കാലുകൾ വെച്ച് അലീന അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നടക്കുന്ന ഓരോ ചുവടും അലീനയ്ക്ക് നീങ്ങുന്നില്ലാന്ന് തോന്നി. വല്ലാത്തൊരു വീർപ്പും പുട്ടലും വെപ്രാളം ഒക്കെ ആയിരുന്നു. അങ്ങനെ അവസാനം അങ്ങോട്ടേക്ക് കമലയുടെയും വൈജയന്തിയുടെ മുന്നിലേക്ക് ചെന്നിരിക്കുകയാണ്. ഈ സമയം വൈജയന്തി ആണ്ടി മുടി ഒന്ന് നോക്കി അലീനെ, എന്നിട്ട് പറഞ്ഞു, ആഹാ ഇവള് ആള് ചെറുപ്പമാണല്ലോ എന്ന് പറയണ. അല്ല, ഇവിടുത്തെ രഞ്ജുവിന് എത്ര പ്രായം വരത്തുള്ളല്ലോ എന്ന് പറയണ. ഇവളാണോ ജോലിക്കാരിയാന്നും പറഞ്ഞുകൊണ്ട് മനുവും ബാലേന്ദ്രനും പോയി കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, അതെ ഇവളെ തന്നെ കൊണ്ടുവന്നേന്ന് പറയണ. ഈ സമയം വൈജയന്തി അലീനയെ ഒന്ന് അടിമുടി നോക്കി. എന്നിട്ട് ചോദിച്ചു, അല്ല നിന്റെ പേരെന്താന്ന് ചോദിക്കാം. അലീന എന്ന് പറയണം. അലീന. അല്ല നിനക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ അറിയാമെന്ന് ചോദിക്കണം. അറിയാം. എൻ്റെ അമ്മയെ നീ നല്ലവണ്ണം നോക്കുമെന്നൊക്കെ ചോദിക്കുക. നോക്കാന്ന് പറയണ. നോക്കാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, നോക്കണമെന്ന് പറയണ. ഈ സമയത്ത് കമല പറഞ്ഞു, ഇവരൊക്കെ എങ്ങനെ ഏതാന്ന് ആർക്കറിയാം. എന്തായാലും വന്നപ്പോൾ വലിയ വലിയ ബാഗൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. അച്ഛൻ ഇവിടെ എങ്ങും ആൾക്കാരില്ലാഞ്ഞിട്ട് അങ്ങ് തിരുവനന്തപുരത്ത് കഴക്കോട്ട് പോയി പറഞ്ഞു വെച്ച പെൺകുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്, കളിയാക്കുവാണ് അലീനെ. അലീനയ്ക്ക് നല്ല വിഷമമായിപ്പോയി. ഈ സമയത്ത് കമല ചോദിച്ചു, അല്ല ഈ സമയത്ത് വൈജയന്തി ചോദിച്ചു, അല്ല ഇത്ര ഈ ചെറുപ്പക്കാരനെയൊക്കെ ഈ വീട്ടിൽ കൊണ്ട് നിർത്തുന്ന വല്ല കാര്യമുണ്ടോ എൻ്റെ കമലയെടുത്തിന്ന് ചോദിക്കുകയാണ്. കാരണം ഈ പ്രായം തരം ചെറുക്കന്മാരൊക്കെ വീട്ടിലുള്ള സൂക്ഷിക്കണം എന്നറിയാം. ഇവളുമാരൊക്കെ എങ്ങനെയുള്ളവന്മാരൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം. അത് കേട്ടിപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. തൻ്റെ പെറ്റമ്മയാണ് പറയുന്നത്, അവർക്കത് അറിയത്തില്ല. പക്ഷെ തനിക്കറിയാം താൻ അവരുടെ ചോരയാണ്. എന്നിട്ട് തന്നെക്കുറിച്ച് ഇങ്ങനെ പറയണേ. സാധാരണഗതിയിൽ ഏതൊരമ്മമാർക്കും തൻ്റെ മക്കളെ കണ്ടു കഴിയുമ്പോഴത്തേന് എന്തൊരു ഇത് ഉണ്ടാവേണ്ടതല്ലേ. ഇവർക്ക് അങ്ങനെയൊന്നും തോന്നുന്നു പോലില്ല. അതിനർത്ഥം എന്താ, താൻ ഇനി ഇവരുടെ മകളല്ലേ എന്ന് പോലും അലീന ഒരു നിമിഷം ചിന്തിച്ചു പോവാണ്. ഒന്നുമല്ലേലും ഇവർക്കും മക്കളൊക്കെ ഉള്ളേ, പെൺമക്കളൊക്കെ ഉള്ളതല്ലേ. എന്നിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയാൻ പാടുണ്ടോ എന്നൊക്കെ അലീന ചിന്തിക്കുകയാണ്. പിന്നീട് അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അല്ല നീ എന്താ ഓർഫനേജിൽ നിന്ന് പോന്നേ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അത് പിന്നെ ഞങ്ങളെ നോക്കിയിരുന്ന ബ്രിജിത്താമ്മ മരിച്ചുപോയി, അതുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റിയെന്ന് പറയാണ്. അത് കേട്ടപ്പം വൈജയൻ നോക്കിയിട്ട് പറഞ്ഞു, മാനുമര്യാദയ്ക്ക് നിൽക്കുകയാണോ കുഴപ്പമില്ല, അല്ലെങ്കിൽ അറിയാലോ അധിക ദിവസമൊന്നും നിനക്ക് ഇവിടെ നിൽക്കേണ്ട വരില്ല എന്ന് പറയണം. ആ സമയം അലീന പറഞ്ഞു, ഏയ് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയണം. പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനി എന്തേലും ഉണ്ടാക്കിയിട്ടുണ്ട് അറിയാലോ. പിന്നെ കമലയെടുത്തി ഇവളുമാരെയൊന്നും വിശ്വസിക്കരുത്, ഇവളുമാരൊക്കെ എന്തും ഏതും ചെയ്തിട്ട് പോകുന്ന തരക്കാരാ എന്ന് പറയാണ്. പ്രായം ഇതൊന്നും നോക്കത്തില്ല എന്ന് പറയാണ്. കമല പറഞ്ഞു, എനിക്കും നല്ല പേടിയുണ്ട്, പിന്നെ ശിവേട്ട അങ്ങോട്ട് പോവാണല്ലോ, ആ ഒരു സമാധാനം എനിക്കുള്ളെന്ന് പറയണം. ആ സമയത്തല്ല ഹരിശങ്കർ അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഈ പറയുന്ന കമലയുടെ മോനാണ് തൻ്റെ വാതിലിൽ വന്ന് മുട്ടിയെന്നുള്ള കാര്യം അലീനയ്ക്ക് പറയാൻ പറ്റില്ലോ. പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് അലീന അതെല്ലാം മനസ്സിലിങ്ങനെ ഒളിപ്പിച്ചു വെക്കുകയാണ്. ഒന്നും പറയാൻ പറ്റില്ലാത്തതുകൊണ്ട്. എന്നാലും തൻ്റെ പെറ്റമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് അലീന എന്ത് ചെയ്യാണ്, ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് വരികയാണ്. വരുന്ന വഴി അലീന ഓർത്തു, ഇങ്ങനൊരു അമ്മയാണോ താൻ പ്രതീക്ഷിച്ച ജീവിതത്തിൽ? ഒരിക്കലും അല്ല. തൻ്റെ അമ്മ സ്നേഹവും കരുണയുള്ളവളായിരിക്കുന്ന പ്രതീക്ഷ. ഒരു പക്ഷേ തന്നെ ബ്രിജിത്താമ്മി ഇങ്ങനെ സ്നേഹിച്ച് വളർത്തിയതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായത്. പക്ഷെ തൻ്റെ അമ്മ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണല്ലോ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. വിളിച്ചു വരുത്തി അപമാനിച്ച് വിട്ടെന്ന് തന്നെ പറയാം. ഇതിന് മാത്രം എന്ത് തെറ്റാ താൻ അവരോട് ചെയ്തേ? ഒരു അനാഥയായി പോയി ഒരു അനാഥയത്തിൽ വളർന്നത് തൻ്റെ തെറ്റാണോ എന്നൊക്കെ ചിന്തിച്ചു പോവാണ്. ശരിക്കും ഇത്രയും സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തൻ്റെ അമ്മ തന്നെ എന്തിനാണ് ഉപേക്ഷിച്ചതെന്ന് പോലും അനിയനിക്ക് ഇപ്പോഴും വ്യക്തമല്ല. അതിനെക്കുറിച്ചൊന്നും ബ്രിജിത്താമ്മി പറഞ്ഞിട്ട് പോലും ഇല്ല. അതിൻ്റെ കാര്യകാരണ സഹിതങ്ങളൊക്കെ നിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഏതാന്നൊക്കെ പറയുകയും ചെയ്തു. അതൊക്കെ ഓർത്തപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു അലീനയ്ക്ക്. അങ്ങനെ അലീന നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് രേവതിക്കുട്ടിയാണെങ്കിലോ മാമച്ചൻ്റെ ഗ്രേസമ്മയുടെ വീട്ടിൽ അടുക്കള ജോലികളൊക്കെ ചെയ്യണം. കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കണം. എന്താണെങ്കിലും 2-3 ദിവസം കൊണ്ട് രേവതിക്കുട്ടി അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി.
മാമച്ചനും ഗ്രേസമ്മയ്ക്കും. അവർ സ്വന്തം മോളെപ്പോലെ തന്നെയാണ് രേവതി കുട്ടിയെ കണ്ടിരുന്നത്. കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ അവർക്ക് പറയും. പക്ഷേങ്കിൽ എന്ന് പറഞ്ഞാലും അവർക്ക് രേവതി കുട്ടി എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമായിരുന്നു. തങ്ങളുടെ മക്കളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു മോള്, അത്രേ വിചാരിച്ചുള്ളൂ. അതുപോലെ തന്നെ അവർ ആഹാരം കഴിക്കുന്നതോടൊപ്പം ഇരുന്ന് രേവതിക്കുട്ടിയെ ആഹാരമൊക്കെ കൊടുക്കും, അല്ലാതെ വേറെ മാറ്റിയിരുത്തിയോ അങ്ങനെയൊന്നും അല്ല കൊടുത്തോണ്ടിരുന്നത്. പിന്നീട് ഗ്രേസമ്മയും മാമച്ചനും കൂടെ പുറത്തു പോകുന്ന സമയത്ത് രേവതിക്കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. കഥമൊക്കെ നന്നായിട്ട് അടച്ചിരുന്നോണം, ആരും തുറക്കാനൊന്നും പോകരുത്, എന്നാലും പുറത്ത് ആളുണ്ട്, ജോസൂട്ടിയുണ്ട് പുറത്ത് നോക്കാനായിട്ട്, എന്തായാലും തുറക്കരുത്, അങ്ങനെയെല്ലാം പറഞ്ഞ് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പോകുന്നത്. കാരണം പെൺകുട്ടിയല്ലേ, ഇത്ര പ്രായമല്ലേ ഉള്ളൂ, പറയാൻ പറ്റില്ല. എന്നാലും അതുകൊണ്ട് അവർക്കൊരു പേടിയുള്ളതുകൊണ്ടാണ് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോകുന്നത്. ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ പോയിട്ട് വരുവാണ്. പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടിക്കുള്ള സമ്മാനമായിരുന്നു കൈ നിറയെ അവരുടെ കയ്യിലുണ്ടായിരുന്നേ. ഗ്രേസമ്മ കുറേ ഡ്രസ്സൊക്കെ രേവതിക്കുട്ടിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം രേവതിക്കുട്ടിക്ക് നല്ല ഡ്രസ്സുകളൊന്നുമില്ല, ഇപ്പോഴത്തെ മോൾ ഡ്രസ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറേ പഴയ വസ്ത്രങ്ങൾ, അതിപ്പം ഓർഫനേജിലാകുമ്പോൾ ആരെങ്കിലും കുറച്ച് ആൾക്കാർ കൊണ്ടേ കൊടുക്കും. അവർ ഇട്ടിരുന്ന ഇങ്ങനെ കുറച്ചതായി കഴിയുമ്പോൾ കൊണ്ടേ കൊടുക്കുന്ന ഡ്രസ്സുകൾ, അല്ലെങ്കിൽ വർഷത്തിലൊരു തവണ എങ്ങാനും ബർത്ത്ഡേക്കോ മറ്റോ എങ്ങാനും ഒരു പുതിയത് കിട്ടും. അതൊക്കെ വീണ്ടും കഴുകി ഉപയോഗിച്ച് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ഡ്രസ്സുകളും കാര്യങ്ങളാണ് അവർക്ക് കൂടുതലായിട്ടുള്ളത്. അതൊക്കെ ഒരു ഗ്രേസമ്മയ്ക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നീട് ഗ്രേസമ്മ രേവതിക്കുട്ടി അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. രേവതിക്കുട്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല നിനക്ക് ഇങ്ങനത്തെ ഡ്രസ്സല്ലാതെ വേറെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ഇല്ല, എനിക്ക് ഇതോ ഉള്ളെന്ന് പറയാണ്. ആ സമയത്ത് ഗ്രേസമ്മ കവർ തുറന്നിട്ട് 1-2 ഉടുപ്പെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നിനക്ക് നിന്റെ പാകം ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ഏകദേശം ഒരളവ് വെച്ച് ഞാൻ വാങ്ങിയതാന്ന് പറയണം. പിന്നീട് രേവതിക്കുട്ടിയുടെ ദേഹത്തേക്ക് എന്നെ വെച്ച് നോക്കി. അപ്പോൾ കറക്റ്റാണ്, നല്ല അളവ് തന്നെ, നല്ല കറക്റ്റായിട്ടുള്ള ഡ്രസ്സുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ സമയം രേവതിക്കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെല്ലാം എനിക്കാണോ എന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ ഞാൻ എന്താണെങ്കിലും ഇത്ര ചെറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുമോ, ഇതെല്ലാം നിനക്കുള്ളതെന്ന് പറയണം. അത് മാത്രമല്ല വീട്ടിലിടാനുള്ളത് വേറെയുണ്ട്, ഇത് പുറത്തെവിടെയും നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ, അല്ല എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിതൊക്കെ മതിയെന്ന് പറയണം. പ്രജിത്താമ്മയുടെ അടുത്ത് വളർന്ന കുട്ടിയല്ലേ, അങ്ങനെ സ്വർണ്ണത്തിനോ പണത്തിനോ അല്ലെങ്കിൽ ഡ്രസ്സിനോടോ താല്പര്യങ്ങളോ ഒന്നുമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് കഴിയുന്ന ഒരു സ്വഭാവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഗ്രേസം പറഞ്ഞു, അതെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങളോട് പുറത്ത് പോകുമ്പോൾ അതിൻ്റെതായ അന്തസ്സിന് വേണം വരാനായിട്ട്. ഞങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പോകും, ആ സമയത്ത് നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ നിനക്ക് അതിൻ്റെതായ അന്തസ്സ് വേണ്ടേ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഞങ്ങളല്ലേ കളിയാക്കുന്നേ, നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ആ പെങ്കൊച്ച് അങ്ങനെയൊക്കെയല്ലേ പറയത്തുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വേണം നീ ഞങ്ങളോടൊപ്പം നടക്കാനായിട്ടൊന്ന് പറയണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കണ്ണ് നിറഞ്ഞുപോയി രേവതിക്കുട്ടി കണ്ണ് നിറയുന്നുണ്ടപ്പോൾ ഗ്രേസം പറഞ്ഞു, എന്തിനാ കരയണേ, ഒരു പക്ഷെ നിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു നിനക്ക് ഇങ്ങനെ വാങ്ങിച്ചിരില്ലേ, ഞങ്ങളെ അങ്ങനെ കൂട്ടിയാൽ മതി, മാമച്ചാനെ എന്നെ അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നെ ദേഷ്യം വന്നു കഴിയുമ്പോൾ ഞങ്ങളത് ഇതൊക്കെ പറയും, പക്ഷെ അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം. ഒരു അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് രേവതിക്കുട്ടി ആദ്യമായിട്ട് അറിയുമായിരുന്നു. അല്ലെങ്കിലും വന്നതിന് ശേഷം അവരതുപോലെയുള്ള പെരുമാറ്റമായിരുന്നു രേവതിക്കുട്ടിയോട് കാണിച്ചിരുന്നത്. രേവതിക്കുട്ടിക്ക് സന്തോഷമായിരുന്നു. അവിടെ രേവതിക്കുട്ടിക്ക് സങ്കടപ്പെടേണ്ട ഒരു ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ രേവതിക്കുട്ടി അതുമായിട്ട് അങ്ങോട്ട് പോവാണ്. പക്ഷേ രേവതിക്കുട്ടിയുടെ ജീവിതത്തിന് നേരെ ഓപ്പോസിറ്റ് ജീവിതമാണ് അലീനയ്ക്കുണ്ടായിരുന്നത്. അമ്മയെന്ന് പറഞ്ഞ ഒരാൾ സ്വന്തമായിട്ടുണ്ടെങ്കിലും പക്ഷേങ്കിൽ തന്നെ തിരിച്ചറിയാതെ, അല്ലെങ്കിൽ തനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പോലും പറ്റില്ല. അതുമാത്രമല്ല തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ്. ആദ്യത്തെ ഇത് തന്നെ അലീനയ്ക്ക് നന്നായിട്ടത് മനസ്സിലായി. ഒരിക്കലും ഈ അമ്മ തന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല, ഇനി അറിയാനും പോകുന്നില്ല, അറിഞ്ഞാൽ പോലും അംഗീകരിക്കാൻ പോകുന്നില്ല. അമ്മയ്ക്ക് തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി. അങ്ങനെ കരഞ്ഞുകൊണ്ട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് എല്ലുവാണ്. ഈ സമയത്ത് മുത്തശ്ശി ചോദിച്ചു, അല്ല അവൾ എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അതെ അമ്മയുടെ മോളെ പരിചയപ്പെടുത്താനാന്ന് പറയാണ്. പരിചയപ്പെടുത്താനാ? അതെ, എന്നെ അമ്മയുടെ മോൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയും. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം. എന്നെ ഇഷ്ടപ്പെട്ടില്ല മുത്തശ്ശി എന്ന് പറയാണ്. ഇഷ്ടപ്പെട്ടില്ല മോളെ, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. സാരമില്ല, അവളെ ഇങ്ങോട്ട് വരട്ടെ, അവളോട് ഞാൻ പറയാം എന്നൊക്കെ പറയണം. മോള് വിഷമിക്കൊന്നും വേണ്ട, എന്തിനാ വിഷമിക്കണം എന്നൊക്കെ ചോദിക്കണം. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വൈജയന്തി വരുന്നേ. വൈജയന്തി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയെ കണ്ടപ്പോൾ ഇങ്ങനെയൊന്ന് നോക്കി. പിന്നീട് മുത്തശ്ശി എടുത്ത് എന്നിട്ട് എങ്ങനെയുണ്ടമ്മ ഇപ്പം കാലിനൊക്കെ വേദനയൊക്കെ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കണം. ഉണ്ടെന്ന് പറയണം. ആ സമയം മുത്തശ്ശി ചോദിച്ചു, നീ എന്താ ഇവളോട് പറഞ്ഞേ? അലീന മോളോട് നീ എന്താ പറഞ്ഞു നിൽക്കും? ഓ മോളോ, ഇത്ര പെട്ടെന്ന് അമ്മയ്ക്ക് ഇവള് മോളായി നിൽക്കും? അതെ നിന്റെ മോളുടെ അത്രയും ഒരു ഇച്ചിരി കൂടെ പ്രായമല്ലേ വരത്തുള്ളൂ ഇവൾക്ക്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ വൈജയ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ്. അത് ആരോരും ഇല്ലാത്തൊരു കുട്ടിയല്ലേ, പോരാത്തിന് നീ മുറിയിലേക്കൊന്ന് നോക്ക്, മുമ്പുണ്ടായിരുന്ന പോലെയാണ് ഈ മുറി കിടക്കണേന്ന്, നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലെന്ന് ചോദിക്കുക. അതിപ്പം പൈസ കൊടുത്താൽ ആര് വെള്ളം ചെയ്യുമെന്ന് പറയാം. അതെ നീ അങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് എനിക്കറിയാം, പൈസ കൊടുത്താൽ ആര് പോലും ചെയ്യുമെന്ന്. നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട്?
നീയാണ് ചെയ്യുമോയെന്ന് ചോദിക്കണം എത്ര വൃത്തിക്കും ഭംഗിയും കാര്യങ്ങളൊക്കെ. ആ സമയം വൈജയന്തി പറഞ്ഞു, അതെ അധികം ഇവളെ തലയിലേക്ക് എടുത്ത് വെക്കണ്ട. പിന്നെ അമ്മ ഇവളെ തലയെടുത്ത് വെക്കുന്ന എന്തിനാ? ഇവളുടെ അച്ഛൻ ഏതാ അമ്മ ഏതാ എന്താന്ന് അമ്മയ്ക്കറിയാവോ? ഇല്ലല്ലോ. ഏതോ ഓർഫനേജിൽ. ഈ ഓർഫനേജ് വളരുന്നത് എന്തുകൊണ്ടാ? അവൾക്ക് ഇവളുടെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇവളെ വേണ്ട. അല്ല, നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും കൊണ്ട് ഓർഫനേജ് കൊണ്ട് സ്വന്തം കുഞ്ഞിനെ കൊണ്ട് തള്ളുവോ? ഒരിക്കലും ഇല്ല എന്ന് പറയാണ്. ഇതേതോ ദരിദ്രവാസ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ വേണ്ടാതുണ്ടായ ഏതോ ഒരു സന്തതിയാണ്, അതുകൊണ്ടാണ് അതിനെ കൊണ്ട് ഓർഫനേജ് കൊണ്ട് നടതള്ളിയെന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമായി. സ്വന്തം അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല. അലീൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അലീന പെട്ടെന്ന് പറഞ്ഞു, അതെ ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ ആൻറ്റി, ഇങ്ങനെ പറഞ്ഞല്ലോ, ഏതോ കൊള്ളില്ലാത്ത വീട്ടിലോ അല്ലെങ്കിൽ വേണ്ടാതുണ്ടായ സന്തതി ആയതുകൊണ്ടാണ് കൊണ്ട് തള്ളിയെന്ന്. എന്നെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? വലിയ കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് വേണ്ടാതെ കൊണ്ട് ഉപേക്ഷിച്ചെന്ന് ആർക്കറിയാം എന്ന് പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ വൈജയന്തി ഒരു ഞെട്ടലോടുകൂടി അലീനയെ നോക്കുകയാണ്. വലിയ കുടുംബ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വേണ്ടാതെ ജനിച്ചാണെങ്കിലോ എന്നൊരു വാക്ക് അലീന പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തിയുടെ ഉള്ളിൽ എവിടെയോ തട്ടി. വൈജയന്തി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി എന്തായി തീരും എങ്ങനെയായി തീരും എന്നറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.